ഹലോ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഫോക്സ് സ്റ്റൈൽ, അതായത് തിന മില്ലറ്റ് കട്ട്ലേറ്റാണ് കേട്ടോ. മക്കളുടെ സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും രുചിയും ആരോഗ്യവും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. ഇത് ഡിസ്പ്ലേ ചെയ്തതിൻ്റെ ഫൈനൽ ലുക്ക് വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് വരെ കണ്ടതിന് ശേഷം അഭിപ്രായം പറയണേ. കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ളത് ഹെൽത്തി ആയതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് സ്കൂളിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള കട്ട്ലേറ്റ് ഞാൻ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫോക്സ് സ്റ്റൈൽ മില്ലറ്റാണ്, അതായത് തിന എന്ന് പറയും കേട്ടോ. ആ ഒരു മില്ലറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് 3-4 പ്രാവശ്യം നമ്മൾ കഴുകി എടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഇതിൽ 1 കപ്പ് തിനയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് 6-7 വിസിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് പച്ചക്കറികളാണ് കേട്ടോ. ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സവാള എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് 1 കഷ്ണം ബട്ടറിൽ ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി, ഗരം മസാല പൊടി, അതേപോലെ തന്നെ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതെല്ലാം നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് 1/2 കപ്പ് ചിക്കൻ ബോയിൽ ചെയ്തത് കേട്ടോ. അതായത് നമ്മൾ കുക്കറിൽ 1 വിസിലടിച്ചെടുത്തതാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അത് നമ്മളിതിലേക്ക് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മില്ലറ്റ്, ഫോക്സ് സ്റ്റൈൽ മില്ലറ്റാണ്. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 6 വിസിൽ അടിച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. അതിൻ്റെ വിസിൽ മുഴുവൻ പോയതിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് കുട്ടികൾക്കും കൂടി കഴിക്കേണ്ടത് കാരണം കൊണ്ട് അധികം പച്ചമുളകോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. നമ്മുടെ കട്ട്ലേറ്റിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലെ ഒരു മൂടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു റൗണ്ട് ഷേപ്പ് ഏതെങ്കിലും ഒരു ഷേപ്പിലാക്കി നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഞാനിതുപോലെ ഒരു മൂടിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ ഇതുപോലെ കട്ട്ലേറ്റിൻ്റെ ആ ഒരു ഇതിൽ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ നമ്മൾ സാധാ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് 3 മുട്ട ഞാൻ ഉടച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ കോട്ട് ചെയ്തിട്ടെടുക്കുക. മുട്ടയിൽ ആദ്യം കോട്ട് ചെയ്തിട്ടെടുക്കുക, ബ്രെഡ് ക്രംസിൽ മുക്കി കൊടുക്കുക, കോട്ട് ചെയ്തിട്ടെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ നമ്മളിതുപോലെ കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ കോമ്പറ്റീഷനിലേക്ക് ആവശ്യമായത് എയർ ഫ്രയറിൽ കുക്ക് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്തത്. ഇനി കോമ്പറ്റീഷൻ അല്ലാത്ത കുറച്ച് കട്ട്ലേറ്റ് ഞാൻ എടുത്തിട്ട് ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതും എണ്ണ അധികം ഒഴിക്കാതെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് രണ്ടും ഗോൾഡൻ കളറാവുന്ന സമയത്ത് 2 പുറം നന്നായിട്ട് തന്നെ ഗോൾഡൻ കളറാവുന്ന രീതിയിൽ നമ്മൾ കുക്ക് ചെയ്തിട്ടെടുക്കണം. സാധാ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മില്ലറ്റ്, ഫോക്സ് സ്റ്റൈൽ മില്ലറ്റ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവിടെ സ്കൂളിൽ കോമ്പറ്റീഷനിൽ നടക്കുന്ന അവിടെ തന്നെ നമുക്ക് സെയിലും നടന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കംപ്ലീറ്റ് കൊണ്ടുപോയ കട്ട്ലേറ്റ് മുഴുവൻ അവിടെ നിന്ന് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് മല്ലിയില പുതിന ഇട്ട് കൊടുത്തിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ്, അതേപോലെ തന്നെ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നാരങ്ങ നീരും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പുളിയില്ലാത്ത കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള മിക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഡിപ്പായിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. പുതിനയില ചട്നിയാണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയായിരുന്നു കേട്ടോ.
അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണേ. ഇനിയും എളുപ്പവും രുചികരവുമായ റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് സബീസ് ഡെയിലി സ്റ്റോറി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക്